Hello everyone, welcome back. This is Niranjana here from Leo Tales. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഷർട്ട്സ്, ട്യൂണിക്സ് അങ്ങനത്തെ പ്രോഡക്ട്സ് ആണ്. പൊതുവേ ഇങ്ങനെ ഭയങ്കര ഫാഷനബിൾ ടോപ്സ് ഇഷ്ടമല്ല, എന്നാൽ യു വോണ്ട് ടു ലുക്ക് ഗുഡ് ഇൻ ജീൻസ് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളക്ഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കോട്ടൺ റയോൺ പോലത്തെ മെറ്റീരിയൽ ഒരു $599 താഴേക്ക് പ്രൈസ് വരുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് ക്വാളിറ്റി ഒക്കെ അഷ്യൂർ ചെയ്തിട്ടുള്ള ടൈപ്പ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഓൾസോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ഇറ്റ് വിൽ മീൻ എ ലോട്ട് ടു മീ. ആൻഡ് ഒരുപാട് ആമസോൺ ഹോൾ വീഡിയോസ്, ബ്യൂട്ടി, ഫാഷൻ, സാരി, സൽവാർ, കുർത്ത സെറ്റ്സ്, ചെരുപ്പ്, ബാഗ്, ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ്, അങ്ങനെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതേ സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി പ്രോഡക്റ്റ് ലിങ്ക്സ് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഡു ചെക്ക് ഔട്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യത്തേത് സ്റ്റൈലും എന്നൊരു ബ്രാൻഡിൻ്റെ. എനിക്ക് ഇൻഡിഗോ പ്രിൻ്റ് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് തോന്നുന്നു വളരെ എഫേർട്ട്ലെസ്ലി സ്റ്റൈലിഷ് ആയിട്ട് പെയർ ചെയ്യാവുന്ന ഒരു സാധനമാണ് ഇൻഡിഗോ. അതിൻ്റെ ഒരു ട്യൂണിക് ആണ്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ ആമസോണിൽ നിന്ന് തന്നെ എടുത്തൊരു ബാഗാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. കയ്യിൽ ഇങ്ങനെ ചെറിയൊരു ഇലാസ്റ്റിക് പോലെ, വെരി കംഫർട്ടബിൾ ആൻഡ് ട്രൂ ടു സൈസ്. നിങ്ങൾ യൂഷ്വലി എക്സൽ കുർത്ത ഇടുന്ന ആളാണെങ്കിൽ എക്സൽ തന്നെ എടുത്താൽ മതിയായിരിക്കും. ആ ബാഗും ആ ഒരു ഓവറോൾ ബ്ലൂ ജീൻസിനോടൊപ്പം ഐ തിങ്ക് ദ കോമ്പിനേഷൻ ഇസ് സോ എഫേർട്ട്ലെസ്ലി ബ്യൂട്ടിഫുൾ. സമ്മർ അപ്രോപ്രിയേറ്റ് ആണ്. ആവശ്യത്തിനുള്ള ട്രാൻസ്പെറൻസിയേ ഉള്ളൂ. ഇടാൻ കംഫർട്ടബിൾ ആണ്, നല്ല ഫിറ്റിംഗ് ആണ്. ശരിക്കും പുറത്ത് പോകാനാണെങ്കിലും ഓഫീസിൽ പോകാനാണെങ്കിലും ഒക്കെ തന്നെ ഇടാം. ഒരു ഫിഗർ ഹഗ്ഗിങ് അല്ല, എന്നാൽ അങ്ങനെ ഒരു തടി തോന്നിക്കുന്ന രീതിയിലും അല്ല. ജീൻസും അതുപോലെ തന്നെ ഞാൻ ആമസോണിൽ നിന്ന് എടുത്താണ്. ആഡ്ബക്സ് എന്നൊരു ബ്രാൻഡിൻ്റെ. അവരുടെ സ്ട്രേറ്റ് കട്ട് ജീൻസാണ്, പക്ഷേ നല്ല ഫിറ്റിംഗ് ആണ്. ആക്ച്വലി ഹൈ വേസ്റ്റും ആണ്. വെരി കംഫർട്ടബിൾ സ്ട്രെച്ചി മെറ്റീരിയൽ. ഒരു ഫുൾ ഡേ ഇട്ടുകൊണ്ടിരിക്കാനും ഒക്കെ തന്നെയും കംഫർട്ടബിൾ ആണ്. ഓവറോൾ ഈ ടോപ്പും ഈ ജീൻസും ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. അടുത്തത് ഞാനിങ്ങനെ ഷർട്ട് ടൈപ്പ് നോക്കി. 2 ക്യൂട്ട് ഡിസൈൻസാണ് ഞാൻ പിക്ക് ചെയ്തത്. ഒന്ന് ഒരു പിസ്റ്റാ കളർ, അതിൻ്റെ തന്നെ ഒരു പിങ്ക് ബേസും ഉണ്ട്. പിന്നെ ഈ ബ്യൂട്ടിഫുൾ ഒരു വയലറ്റ് പർപ്പിൾ കൈൻഡ് ഓഫ് കളർ. ഈ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും സർപ്രൈസിങ്. രണ്ടിനും $349 ഈച്ച്. മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോൺ മെറ്റീരിയലാണ്, അല്ലാതെ പോളിസ്റ്റർ ഒന്നും തന്നെ അല്ലാണ്ട് വെരി കംഫർട്ടബിൾ ടു വെയർ. ഇതിനോടൊപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ആഡ്ബക്സിൻ്റെ തന്നെ ജീൻസാണ്. അവിടെ ക്രീം കളർ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഫിറ്റിംഗ് ആണ്. ഈ ഷർട്ട് ഈ ഒരു ക്രീം കളർ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഓർ ക്രീം ജീൻസ് തന്നെയാണ് അതിന് ഭംഗിയായിട്ട് തോന്നുന്നത്. സെറ്റ് ഓഫ് ഇയറിങ്സും ഞാൻ ഈ റിംഗ് ഇയറിങ്സ് ഒരു ബഞ്ചായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പല കളേഴ്സിൽ പിങ്കും ഒരു ചെറിയൊരു ഗ്രീനിഷും അങ്ങനത്തെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഫുട്വെയർ ഇസ് ഫ്രം വാൻ ഹ്യൂസൻ ഉപയോഗിക്കുന്ന ഫുട്വെയർ ആണ്. ഷർട്ട് സോ കംഫർട്ടബിൾ. അവർ ഓവർ സൈസ്ഡ് എന്നാണ് പറയുന്നത്, പക്ഷേ ഓവർ സൈസ്ഡ് അല്ല, കറക്റ്റ് സൈസാണ്. സ്ലീവ്സ് ഇങ്ങനെ റോളപ്പ് ചെയ്ത് വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു സ്മാർട്ട് ലുക്ക് തരുന്ന അതാണെന്ന് തോന്നി. സ്ലീവ്സ് റോൾ ഡൗൺ ചെയ്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ആ ബ്രാൻഡിൻ്റെ തന്നെ മറ്റൊരു ഷർട്ടാണിത്. ഇത് കുറച്ചും കൂടെ ലൂസ് ഫിറ്റിംഗ് ആണ്, സെയിം സൈസിൽ. പക്ഷേ ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വെരി വൈബ്രൻറ്റ് ആൻഡ് റയോൺ മെറ്റീരിയൽ. ഇതൊരു ഹൈ ആൻഡ് ലോ ഡിസൈനാണ്. അപ്പോൾ ബാക്ക് കുറച്ച് ഇറങ്ങി കിടക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബം ഒന്ന് കവർ ചെയ്ത് കിടക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ഇതും എനിക്ക് സ്ലീവ്സ് റോളപ്പ് ചെയ്തപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്. റോൾ ഡൗൺ ചെയ്തപ്പോൾ എനിക്ക് മാച്ചായി എന്ന് തോന്നിയില്ല. ഇതിന് ബ്ലൂ ജീൻസ് തന്നെയാണ് മാച്ച്, കാരണം ഇതിനകത്ത് ഒരു കോൺട്രാസ്റ്റ് കളർ വരുന്ന ബ്ലൂ ആണ്. വൈറ്റിനേക്കാളേറെ ബ്ലൂ ജീൻസ് തന്നെയാണ് ഇതിന് നല്ല കോൺട്രാസ്റ്റ് തരുന്നത്. ഇതും കാഷ്വൽ ആയിട്ട് ചുമ്മാ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ്. വെരി കംഫർട്ടബിൾ, വെരി ബ്രീതബിൾ മെറ്റീരിയൽ. ഒരു സമ്മർ അപ്രോപ്രിയേറ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് $349. ആ പ്രൈസിന് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി ക്വാളിറ്റി കണ്ടിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇയറിങ്സിൻ്റെ ഇതാ സെറ്റാണ്. ഫുൾ സെറ്റിന് 200 എങ്ങാണ്ടേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ്. 5 കമ്മൽ എങ്ങാണ്ടുണ്ട് അതിനകത്ത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. എന്നിട്ട് വളരെ കാഷ്വൽ ഈസി പീസി കണ്ട ഷർട്ടാണ്. ട്രാവലിങ്ങൊക്കെ ഇടാൻ കംഫർട്ടബിൾ ആണ്. ട്രെയിൻ, ഫ്ലൈറ്റ്, ഐ ക്യാൻ ടോട്ടലി ഇമാജിൻ വെയറിങ് ദീസ്. അടുത്തത് സിയാന്നോ കണ്ട് വരുന്നൊരു ബ്രാൻഡാണ്. അവിടെ ഇത് ഹൈ ലോ ആണ്, പക്ഷേ ബാക്ക് നല്ല ലോ ആണ്. ശരിക്കും ബം ഫുൾ കവർ ചെയ്ത് കിടക്കുന്ന രീതിയിലാണ്. ഇതൊരു കോട്ടൺ ബ്ലെൻഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. 400 എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇസ് വെരി നൈസ്, പക്ഷേ അത് പ്രിൻ്റ് അല്ല. ഇതിങ്ങനെ ഈ നമ്മുടെ ഫോയിൽ പ്രിൻ്റ് പോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത പോലത്തെ ഒരു സാധനമാണ്. സോ ഇത് മെഷീൻ വാഷ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് അങ്ങ് ഡ്രൈ ചെയ്തിട്ടാൽ മതി. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അതർവൈസ് ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ വെരി കംഫർട്ടബിൾ ആൻഡ് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു നോ ബ്രെയിനർ കോമ്പിനേഷനാണല്ലോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. എന്നോടൊപ്പം വൈറ്റ് ജീൻസ് ഇട്ട് നോക്കിയിട്ടൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ബ്ലൂ ജീൻസും സ്യൂട്ടാവില്ല. ആഡ്ബക്സിന് തന്നെ സ്ട്രേറ്റ് കട്ടിൻ്റെ ബ്ലാക്ക് ജീൻസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നല്ല കംഫർട്ടബിൾ ജീൻസുമാണ്, ടോപ്പുമാണ്. ഇതും എഗെയിൻ യാത്രയ്ക്കും ഒക്കെ തന്നെയും കംഫർട്ടബിൾ ആണ്. ഐ ലൈക്ക് ദ ഫിറ്റിംഗ് ഓൾസോ. ഒരു ബ്ലാക്ക് ഓൺ ബ്ലാക്ക് ക്യാൻ നെവർ ഗോ റോങ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. യാത്രയ്ക്കൊക്കെ ഇടാനാണെങ്കിലും ഒക്കെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതേ പാറ്റേണിൽ ഇവർക്ക് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്, ബട്ട് ഐ തിങ്ക് ബ്ലാക്ക് വാസ് ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട്. അടുത്തത് സോച്ച് എന്നുള്ള ബ്രാൻഡ് കേട്ടിട്ടുണ്ടാകും. സോച്ചിൻ്റെ ട്യൂണിക്സ് ആണ്.
ഇത് ആക്ച്വലി നിങ്ങളൊരു സൈസ് ഡൗൺ എടുക്കുക. യൂഷ്വലി നിങ്ങൾ എക്സൽ ഇടുന്ന ആളാണെങ്കിൽ എല്ലോ, ചിലപ്പോൾ എമ്മോ മതിയായിരിക്കും. ഐ വുഡ് സേ ഒരു സൈസ് താഴെ എടുക്കുക. ഇവർക്ക് കുറേ ട്യൂണിക്സ് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ കോട്ടൺ മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ ആണ്, ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ആ ബ്ലൂ ജീൻസിൻ്റെ കൂടെ എനിക്കിപ്പം ബ്ലൂ കളർ കുറച്ചധികം ഇതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കയ്യിലിങ്ങനെ ബട്ടണൊക്കെ ഉള്ളൊരു ടൈപ്പ് സ്ലീവാണ്, പക്ഷേ ഞാനത് ഊരിയിട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനെ കൈ കുറച്ച് ഫ്രീ പോലെ കിടക്കുന്നതാണ് ഇഷ്ടം. ഇതൊരു ഷർട്ട് പോലെ തോന്നും, പക്ഷേ ആക്ച്വലി ട്യൂണിക്കാണ്. മുകളിലൊരു 3-4 ബട്ടണേ ഉള്ളൂ, ബാക്കി താഴോട്ട് ബട്ടണൊന്നുമില്ല. ഇത് ആക്ച്വലി എനിക്ക് കുറച്ച് വലുതാണെന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്, പക്ഷേ ഐ തിങ്ക് സമ്മറിൽ നമുക്ക് അതാണല്ലോ കംഫർട്ടബിൾ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ഞാനൊരു മോം ഫിറ്റ് ജീൻസാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ജീൻസും നന്നായിരിക്കും, പക്ഷേ അത് ലൈറ്റ് ബ്ലൂ ആയതുകൊണ്ട് ഐ തോട്ട് ദിസ് വിൽ ബി ഗുഡ്. ബാഗ് നിങ്ങൾ റെക്കമെൻഡ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് കാണും, സൂക്കിൻ്റെ ബാഗാണ്. ഈ ഫുട്വെയർ ഞാൻ എൻ്റെ ഹോൾ വീഡിയോയിൽ പണ്ട് കാണിച്ചാണ്. 200 rupees എന്തോ ആയിരുന്നു എൻ്റെ പ്രൈസ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ലുക്കിംഗ് വെരി ക്യൂട്ട് വിത്ത് ദിസ് വൺ. സോച്ചിന് ഒരുപാട് നല്ല കുർത്താസ് ഉണ്ട് കേട്ടോ. ഈ ടൈപ്പ് ഒരു 20 എണ്ണമെങ്കിലും ഞാൻ മിനിമം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നാണ് ഞാൻ ഈ ബ്ലൂ കണ്ടുപിടിച്ചെടുത്തത്. വെരി അഫോർഡബിളി പ്രൈസ്ഡ് ആസ് വെൽ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടുത്തത് മൈസ എന്നൊരു ബ്രാൻഡ്. അവരുടെ കഫ്റ്റൻസാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. ഇത്തവണ ഞാൻ അവരുടെ ഈ ഫ്രിൽ നെക്ക് വരുന്ന രീതിയിലുള്ള 2 ഷർട്ട്സ് ട്രൈ ചെയ്തു. അവർക്ക് ടൈ ആൻഡ് ഡൈ പ്രിൻ്റാണ് അവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ കുറേ ഷർട്ട്സും ടോപ്സും കഫ്റ്റൻസും ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ബ്ലൂ മയത്തിലാണ് മൊത്തം പൊക്കോണ്ടിരിക്കുന്നത്. ബ്ലൂ ജീൻസിനോടൊപ്പം പെട്ടെന്ന് സ്റ്റൈൽ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ റീസൺ. മൈസയും വളരെ ലാർജ് സൈസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ നോർമലി XXL ഇടുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ എല്ല് മതിയായിരിക്കും അങ്ങനെ, ബട്ട് ദെൻ ഒരു സൈസ് താഴെ എടുത്താൽ മതി. ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഷർട്ട്സ് പൊതുവെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. അതാണ് എൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. ഒട്ടും തന്നെയും ട്രാൻസ്പെറൻ്റ് അല്ല. ബ്ലൂ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ഇനി ഞാൻ പിങ്ക് കാണിക്കാം. പിങ്ക് പിന്നെ വൈറ്റ് ആൻഡ് പിങ്ക് വരുന്നതുകൊണ്ട് വൈറ്റിൻ്റെതായിട്ടുള്ള ചെറിയൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. ബ്ലാക്ക് ഇന്നേഴ്സ് ഇട്ടാൽ കുഴപ്പമുണ്ടാവില്ല. ഇതും പക്ക പുറത്ത് പോകാനാണെങ്കിലും ഫുൾ ഡേ ഒക്കെ ഇട്ടുകൊണ്ട് നിന്നാലും മോം ഫിറ്റ് ജീൻസും കൂടെ ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആൻഡ് ഐ റിയലി ലൈക്ക് ദ ഹോൾ ലുക്ക്. ഒരു ബ്ലൂ ഫുട്വെയറും കൂടെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്, പക്ഷേ ഐ തിങ്ക് വൈറ്റ് വിൽ ഓൾസോ ലുക്ക് ഫൈൻ. ഓവറോൾ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ്. പൊതുവെ ഞാൻ ഈ ബിഗ് സൈസ് ഷർട്ട്സിൻ്റെ ഫാനല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഫിഗറിന് നല്ല ഫിഗർ തോന്നിക്കുന്ന ടൈപ്പ് ഷർട്ട്സാണ് എനിക്കിഷ്ടം. ഇതാണ് ഞാനവിടെ പിങ്ക് ട്രൈ ചെയ്തത്. വൈറ്റ് ജീൻസിൻ്റെ കൂടെ ഇറ്റ് ലുക്സ് റിയലി നൈസ്, പക്ഷേ ഞാൻ ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. രണ്ടും പ്രശ്നമൊന്നുമില്ല. ബ്ലൂവിൻ്റെ കൂടെയും ദിസ് വിൽ ഗോ റിയലി വെൽ. ആൻഡ് ഇത് മറ്റേതിൻ്റെ ഒരു സൈസ് ഡൗൺ ആണ് ഞാൻ എടുത്തത്. ലൈക്ക് ഒരെണ്ണം ഞാൻ എക്സലും ഒരെണ്ണം എല്ലും എടുത്തു. രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ 1 സൈസ് ഡൗൺ എടുത്താലും കുഴപ്പമുണ്ടാവില്ല എന്ന്. ഇതും ഓൾസോ വെരി കംഫർട്ടബിൾ. ഞാനതിന് മുന്നേ ഇതെൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് കാണിക്കുകയാണ്. എനിവേ മൈസയുടെ ഷർട്ട്സ് ആർ റിയലി കംഫർട്ടബിൾ ആൻഡ് വാല്യൂ ഫോർ മണി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഇന്നത്തെ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറയുക. എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടത് ആ പേർപ്പിൾ ഷർട്ടാണ്. കാരണം എനിക്ക് ആ കളറിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. എൻ്റെ നെയിൽ പോളിഷ് വരുന്നത് ആ കളറിലാണ്. അപ്പോൾ എന്തായാലും അതിനോടാണ് ഇഷ്ടപ്പെടില്ലെങ്കിലും മുന്നിട്ടിരിക്കുന്ന എല്ലാം എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.